മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിസാമിന് 15 ദിവസത്തെ പരോൾ അനുവദിച്ചു. സർക്കാരിന്റെ എതിർപ്പ് തള്ളിയാണ് ഹൈക്കോടതി പരോൾ അനുവദിച്ചത്. പരോൾ അനുവദിക്കാതിരിക്കാൻ മതിയായ കാരണമില്ലെന്ന് കോടതി. കരുവന്നൂർ കേസിൽ മൊഴി നൽകാൻ കെ രാധാകൃഷ്ണൻ MP കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. കരുവന്നൂരിൽ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി ED. 24 ദേവീദേവന്മാർ ഭാഗമാകുന്ന ആറാട്ടുപുഴ പൂരം നാളെ. ഇന്ന് വൈകിട്ട് തറക്കൽ പൂരം. കോർപ്പറേഷനുകൾ മാർച്ച് 24 വരെ ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലുകൾ അതേ സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവഹണത്തിന് ഉൾപ്പെടുത്തി പാസാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് മേയേഴ്സ് കൌൺസിൽ യോഗം. വികസന പ്രവർത്തനങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാനുള്ള അനുമതി കോർപ്പറേഷനുകൾക്ക് നൽകണമെന്നും മേയേഴ്സ് കൌൺസിൽ. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മാറ്റി കളക്ടറേറ്റിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. OT ജനീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിസാമിന് 15 ദിവസത്തെ പരോൾ അനുവദിച്ചു. സർക്കാരിന്റെ എതിർപ്പ് തള്ളി ഹൈക്കോടതിയാണ് പരോൾ അനുവദിച്ചത്. പരോൾ അനുവദിക്കാതിരിക്കാൻ മതിയായ കാരണമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ കണ്ടശാങ്കടവ് സ്വദേശി കാട്ടുങ്ങൽ വീട്ടിൽ ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കേസിലാണ് നിസാം ജയിലിലായത്. 2015 ജനുവരി 29 പുലർച്ചെയായിരുന്നു സംഭവം. ഗേറ്റ് തുറക്കാൻ വൈകിയതിലുള്ളതും ഗേറ്റിനടുത്ത വാഹനം തടഞ്ഞ് തിരിച്ചറിയൽ കാർഡ് ചോദിച്ചതിലും പ്രകോപിതനായാണ് ചന്ദ്രബോസിനെ പ്രതി ആക്രമിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മൊഴി നൽകാൻ കെ രാധാകൃഷ്ണൻ MP കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. നേരത്തെ 2 തവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും രാധാകൃഷ്ണൻ ഹാജരായിരുന്നില്ല. ED ആവശ്യപ്പെട്ട രേഖകൾ കഴിഞ്ഞ മാസം 17 രാധാകൃഷ്ണൻ കൈമാറിയിരുന്നു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലത്തെ പാർട്ടി ഇടപാടുകളെക്കുറിച്ച് മൊഴിയെടുക്കാനാണ് രാധാകൃഷ്ണന് നോട്ടീസ് നൽകിയിരുന്നത്. കരുവന്നൂരിൽ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ED. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ കൊമ്പൻ ചോപ്പീസ് കുട്ടിശങ്കരൻ ഒന്നാമതെത്തി. ചക്കംകുളം, നാങ്കുളം, ചിറ്റിച്ചാത്തക്കുടം, മേടംകുളം, കോടന്നൂർ ശാസ്താക്കന്മാരും എടക്കുന്നി, തൈക്കാട്ടുശ്ശേരി, തൊട്ടിപ്പാൾ ഭഗവതിമാരും പങ്കെടുത്തു.
ചേർപ്പ്, ഊരകം, ആറാട്ടുപുഴ, നെട്ടിശ്ശേരി ദേവീദേവന്മാരും ചടങ്ങിന്റെ ഭാഗമായി പിടിക്കപ്പറമ്പിൽ എഴുന്നള്ളിയെത്തി. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം നാളെ. 24 ദേവീദേവന്മാർ ഉത്സവത്തിന്റെ ഭാഗമാകും. ആഘോഷങ്ങളെക്കാൾ ചടങ്ങുകൾക്കാണ് ആറാട്ടുപുഴ പൂരത്തിൽ പ്രാധാന്യം. നാളെ വൈകിട്ട് 6-ന് 15 ആനകളുമായി ആറാട്ടുപുഴ ശാസ്താവ് എഴുന്നള്ളും. മേളപ്രമാണി പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ 250-ൽ പരം മേള കലാകാരന്മാർ അണിനിരന്നുള്ള പഞ്ചാരിമേളം അരങ്ങേറും. തുടർന്ന് മറ്റു പൂരങ്ങൾ എഴുന്നള്ളും. നാളെ രാത്രിയിലാണ് മന്ദാരക്കടവിൽ ആറാട്ട്. തറക്കൽ പൂരം ഇന്ന് വൈകിട്ട് നടക്കും. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പറപ്പാടം കോൾപ്പടവിലെ നെൽ കർഷകർ ദുരിതത്തിൽ. കൊയ്ത്തു കഴിഞ്ഞ് സംഭരിച്ച നെല്ല് സപ്ലൈകോ നിയോഗിച്ച മില്ലുടമകൾ ഏറ്റെടുക്കാത്തതാണ് കർഷകർക്ക് ദുരിതമായി തീർന്നത്. കഴിഞ്ഞ മാർച്ച് 24-ന് പടവിലെ നെൽകൃഷിയുടെ വിളവെടുപ്പ് പൂർത്തിയായതാണ്. നെല്ല് സംഭരിക്കുന്നതിന് സപ്ലൈകോ നിയോഗിച്ച 8ഓളം മില്ലുകൾ പടവിലെത്തിയെങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ് നെല്ലെടുക്കാതെ മടങ്ങിപ്പോകുകയായിരുന്നുവെന്ന് പടവ് കമ്മിറ്റി പ്രസിഡന്റ് VD അനിൽകുമാർ പറഞ്ഞു. നമ്മുടെ നെല്ല് ഇതുവരെ ഇവിടുന്ന് കയറ്റിപ്പോകാത്ത ഒരവസ്ഥയിലാണ്. കർഷകർ വളരെ ശോചനീയാവസ്ഥയിലാണ്. കാരണം പണ്ടം പണയം വെച്ചും കടം മേടിച്ചും പലിശയ്ക്ക് മേടിച്ചും വിത്തിട്ട് മുളപ്പിച്ച് അതൊരു നെല്ലാക്കി കൊയ്ത് ഇവിടെ കയറ്റി വെച്ചിട്ട് 14 ദിവസമായി ഇതുവരെ ഈ നെല്ല് ഇവിടുന്ന് കയറ്റിപ്പോകാത്ത ഒരവസ്ഥ. 33 ഏക്കർ വിസ്തൃതിയുള്ള പറപ്പാടം കോൾപ്പടവിൽ ഉമാവിത്ത് ഉപയോഗിച്ചാണ് കർഷകർ കൃഷി ചെയ്തത്. സ്വർണം പണയം വെച്ചും ബാങ്കിൽ നിന്നും ലോൺ എടുത്തും കൃഷി ഇറക്കിയവരാണ് പടവിലെ ഭൂരിഭാഗം കർഷകരും. നിലമൊരുക്കി കൃഷി ഇറക്കുന്നതിനും വളവും കീടനാശിനികളും ഉപയോഗിച്ചതിനുമായി വലിയൊരു തുക കർഷകർക്ക് ചിലവ് വന്നിട്ടുണ്ട്. കൊയ്ത്തു കഴിഞ്ഞ 2 ആഴ്ച പിന്നിട്ടിട്ടും സപ്ലൈകോ നിയോഗിച്ച മില്ലുടമകൾ നെല്ലെടുക്കാൻ തയ്യാറാവാത്തത് കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് കർഷകനായ KN ഷിബു പറഞ്ഞു. പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടിട്ടാണ് കർഷകർ ഈ നിലയിലെങ്കിലും കൊയ്ത് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് 2 ആഴ്ചകളും കഴിഞ്ഞിട്ട് പോലും നെല്ലെടുത്ത് പോകാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ കർഷകർ വാടകയ്ക്ക് എടുത്തൊരു സ്ഥലത്താണ് ഈ നെല്ല് ഇതുവരെ സംഭരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥലത്തിന്റെ വാടക ഇപ്പോൾ മഴയും പെയ്തു തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ടാർപ്പായിട്ട് മൂടാനൊക്കെ ആയിട്ട് വാടകയ്ക്ക് എടുത്ത ടാർപ്പായ, പിന്നെ മില്ലുകാർ വന്ന് നോക്കി കഴിഞ്ഞിട്ട് പതിര് നീക്കണം എന്നതിന്റെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് ബ്ലോവർ മെഷീൻ എടുത്ത് കൊണ്ടുവന്നിട്ട് ആ വാടക, അതിന്റെ വാടക, അത് 5-6 ദിവസം വർക്ക് ചെയ്തത്, അതിന്റെ വൈദ്യുതി ചെലവ്, അങ്ങനെ നാനാവിധമായ അധിക ചെലവുകൾ കർഷകർ നേരിടുകയും നെല്ലുൽപാദനം വളരെയധികം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കർഷകർക്ക് ഇതിനും ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റ് തലത്തിലും നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പടവിൽ സംഭരിച്ച നെല്ലിനൊപ്പം പതിരുമുണ്ടെന്നാണ് മില്ലുടമകൾ ആദ്യം പറഞ്ഞത്. ഇതേ തുടർന്ന് നെല്ല് കാറ്റത്തിടുന്നതിനുള്ള യന്ത്രം വാടകയ്ക്ക് പടവിലെത്തിക്കുകയും ചാക്കിലാക്കിയ നെല്ല് പുറത്തെടുത്ത യന്ത്രസഹായത്തോടെ പതിര് നീക്കം ചെയ്യുകയും ചെയ്തു. പിന്നീടെത്തിയ മില്ലുടമകൾ നെല്ലിന് ഗുണനിലവാരം പോരെന്നും കിഴിവ് കൂടുതൽ വേണമെന്നും നിലപാടെടുത്ത് മടങ്ങിപ്പോവുകയായിരുന്നു. വേനൽ മഴ ശക്തമായിക്കൊണ്ടിരിക്കെ ചാക്കിലാക്കിയ നെല്ല് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ടാർപ്പായ കൊണ്ട് മൂടിക്കെട്ടിവെച്ചിരിക്കുകയാണ്. സ്ഥലവാടകയും ടാർപ്പായ വാടകയും കർഷകർ തന്നെയാണ് നൽകുന്നതെന്ന് പടവ് കമ്മിറ്റി ഭാരവാഹികളായ PL ജേക്കബും ബാബുരാജ് കർണങ്കോട്ടും പറയുന്നു. കഴിഞ്ഞ ദിവസം പടവിലെത്തിയ മില്ലുടമകൾ 40% കിഴിവിൽ നെല്ലെടുക്കാമെന്നാണ് പറഞ്ഞത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പുകൾ വിശ്വസിച്ച് കൃഷിയിറക്കിയ കർഷകർക്ക് കൂലി ചെലവ് പോലും ലഭ്യമല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. TCV ന്യൂസ്, പാവറട്ടി. കടപ്പുറം ഉപ്പാപ്പ ജുമാ മസ്ജിദ് കമ്മിറ്റി ഓഫീസ് കുത്തി തുറന്ന് കവർച്ച. ഓഫീസിന്റെ വാതിലുകൾ പൊളിച്ച് ഓഫീസിനകത്ത് കടന്ന മോഷ്ടാവ് 1 ലക്ഷത്തോളം രൂപ കവർന്നു. ഇന്ന് രാവിലെ ഓഫീസ് സെക്രട്ടറി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മദ്രസ അധ്യാപകർക്കും മറ്റും ശമ്പളം നൽകാൻ വേണ്ടി ബാങ്കിലിടേണ്ട പണമായിരുന്നു പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ ചാവക്കാട് പോലീസിൽ പരാതി നൽകിയതിൽ പറയുന്നത്. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. ആറങ്ങാടി പള്ളി ഓഫീസ് പള്ളിയുടെ നേരെ മുമ്പിലുള്ള കുറച്ചുള്ള വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പെരുന്നാൾ രാവിലെ ഓഫീസ് പൂട്ടി. പിന്നീട് 6-ാം തീയതിയാണ് ഓഫീസ് തുറന്നത്. അന്ന് കുഴപ്പമൊന്നുമില്ല. 6-ാം തീയതി ഞങ്ങൾ കമ്മിറ്റി ഭാരവാഹികൾ 3 ഓഫീസ് തുറന്ന് ഓഫീസിലെ കാര്യങ്ങൾ ചെയ്ത് പൂട്ടിയാണ്. ഇന്ന് രാവിലെ 8-ാം തീയതി രാവിലെ 6:30 മണിക്ക് ഓഫീസ് സെക്രട്ടറി അബ്ദുൽ ഖാദർ വാഫി തുറക്കാൻ വന്നപ്പോൾ 3 ലോക്കും പൊളിച്ച് അകത്തുണ്ടായിരുന്ന പൈസ മുഴുവൻ പോയിരുന്നു.
അത് എത്ര രൂപ പോയെന്ന് ഇപ്പം പറയാൻ സാധ്യമല്ല. കാരണം പൈസ പല സ്ഥലത്ത് പല വകുപ്പിലുള്ള പൈസകളുണ്ട്. അതിനി പോലീസിൻ്റെ കൂടുതൽ അന്വേഷണം കഴിഞ്ഞ് പെട്ടികളൊക്കെ തുറന്നു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഏകദേശം ഇപ്പോൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം ഒരു 80,000 രൂപ പോയതായിട്ട് ഞങ്ങൾ നിഗമനമുണ്ട്. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസിന് പുറകിൽ കാറിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. എറണാകുളം സ്വദേശികളായ ഫൈസൽ മുഹമ്മദ്, ഫറാസ് മുഹമ്മദ്, ഫൈസ ഫാത്തിമ, നൂർ ലെന, റയാൻ ആദം എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റവർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സ തേടി. മണലൂർ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി നാളെ വിധി പറയും. മണലൂർ ഉല്ലാസ് റോഡ് നിവാസികളായ തിരുത്തിയിൽ വേലിക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവരാണ് കേസിലെ പ്രതികൾ. 2014 ഏപ്രിൽ 1-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതികളുടെ അയൽവാസിയായ റബീഷ്, ശോഭിത് എന്നിവർ പ്രതികളുടെ വീടിന്റെ മുന്നിൽ കൂടെ നടന്നു പോകുന്നതിനിടെ ആക്രമിക്കപ്പെടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ റബീഷ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിക്കുകയായിരുന്നു. എന്നാൽ കോടതിയിൽ തെളിവെടുക്കുന്നതിന് മുൻപ് ശോഭിത് വാഹനാപകടത്തിൽ മരണപ്പെട്ടു. യുവാക്കളുടെ കരച്ചിൽ കേട്ട് ഓടിവന്ന സാക്ഷികളുടെ മൊഴിയും ശാസ്ത്രീയ തെളിവും സാഹചര്യ തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചു. മണ്ണുത്തി മര്യാദമൂലയിൽ കമ്പി തെറിച്ചു വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിലെ കമ്പിയാണ് തെറിച്ചു വീണത്. പയ്യനം ഇടപ്പാറ സ്വദേശി ഷിജോ ജോർജിനാണ് പരിക്കേറ്റത്. റോഡിന്റെ ദയനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ നിൽപ്പ് സമരവുമായി പൊതുപ്രവർത്തകനും മാപ്പിളപ്പാട്ട് കലാകാരനുമായ ഉമ്മർ പഴുവിൽ. തൃപ്രയാർ ചേർപ്പ് റോഡിൽ പഴുവിൽ പള്ളിനട, മുക്കിലക്കാട് വളവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങളായി. ഇതുമൂലം ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ആറാട്ടുപുഴ പൂരത്തിന്റെ നിർണായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർ ആറാട്ടുപുഴ പൂരത്തിനായി പോകുന്നതും ഈ വഴിയാണ്. അധികൃതരുടെ കണ്ണ് തുറപ്പിക്കാനാണ് താൻ ഒറ്റയാൾ സമരം നടത്തുന്നതെന്ന് ഉമ്മർ പറഞ്ഞു. സംസ്ഥാനത്ത് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ സ്വർണ്ണവില. 1 ഗ്രാം സ്വർണത്തിന് 60 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് വില 8,225 രൂപയായി. പവന് 480 രൂപ കുറഞ്ഞ് 65,800 രൂപയായി. ആഗോള വിപണിയിലാകെ നേരിട്ട തിരിച്ചടിയുടെ പ്രതിഫലനമാണ് സ്വർണ്ണവിലയിലെ ഇടിവെന്നാണ് വിലയിരുത്തൽ. വെള്ളാപ്പള്ളി നടേശന് പിന്തുണ പ്രഖ്യാപിച്ച് കൊടുങ്ങല്ലൂരിൽ SNDP നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ കോൺഗ്രസ് നേതാക്കളും CPI പ്രവർത്തകയും പ്രതിരോധത്തിലായി പാർട്ടി നേതൃത്വങ്ങൾ. വിവാദമായ മലപ്പുറം പരാമർശത്തെ തുടർന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് SNDP യൂണിയൻ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. SNDP യൂണിയൻ ഭാരവാഹി കൂടിയായ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡിൽഷൻ കൊട്ടേക്കാട്ട്, ഭാര്യയും ബ്ലോക്ക് സെക്രട്ടറിയുമായ ജോളി ഡിൽഷൻ, CPI പ്രവർത്തക രൂപ സുലഭൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രകടനത്തിൽ പങ്കെടുത്തത്. വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്തുണ്ട്. കോൺഗ്രസും ഇടതുപക്ഷ നേതൃത്വങ്ങളും പ്രശ്നത്തിൽ വെള്ളാപ്പള്ളിക്കെതിരായ നിലപാടിലാണ്. ഇതിനിടയിലാണ് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങളെ വെട്ടിലാക്കി പാർട്ടി ഭാരവാഹികൾ SNDPയുടെ പ്രകടനത്തിൽ പങ്കെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരിലെ മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതാക്കളോട് അതൃപ്തി അറിയിച്ചു. പാർട്ടി നേതാക്കളുടെ പ്രവൃത്തിയിൽ ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിനും അനിഷ്ടമുണ്ടായിട്ടുണ്ട്. പാർട്ടി പ്രവർത്തക വിവാദ വിഷയത്തിൽ SNDPയുടെ പക്ഷത്ത് ചേർന്നത് CPI നേതൃത്വത്തിനും വിഷയം കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ്. മയക്കുമരുന്ന് കേസിൽ പിടിയിലായ ശേഷം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ യുവാവിനെ പിടികൂടി നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. നെടുപുഴയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയ കേസിലെ പ്രതി മനക്കുടി സ്വദേശി ആൽബിനാണ് പിടിയിലായത്. ലഹരിക്കേസിൽ കഴിഞ്ഞ മാസം 29-ന് തെളിവെടുപ്പിനായി ബാംഗ്ലൂരിൽ കൊണ്ടുപോയപ്പോൾ ഹൊസൂറിലെ ഹോട്ടലിൽ നിന്നാണ് പോലീസിനെ വെട്ടിച്ച് വിലങ്ങ് സഹിതം ആൽബിൻ കടന്നുകളഞ്ഞത്. പിന്നീട് സഹോദരന്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ വിലങ്ങ് അറുത്തുമാറ്റി ബാംഗ്ലൂരിൽ നിന്ന് ബൈക്കിൽ കേരളത്തിലെത്തിയ പ്രതി മുറ്റിച്ചൂർ, തളിക്കുളം, കോഴിക്കോട്, പൊന്നാനി എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയവെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തൃശൂർ സിറ്റി ACPയുടെ പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടുന്നത്. കാശുകൊണ്ട് വാങ്ങിയിട്ടുള്ള കാറാണ് ഇവന്റെ RC ഓണർ ഇവൻ തന്നെയാണ്.
ചാലക്കുടി മേഖലയിൽ ഇറങ്ങിയ പുലിയെ വീഴ്ത്താൻ വനപാലകർ നടത്തുന്ന ശ്രമങ്ങൾ 3 ആഴ്ച പിന്നിടുമ്പോഴും വർഷങ്ങൾക്ക് മുൻപ് മേലൂർ മേഖലയിൽ പുലി ഇറങ്ങിയതിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പുലികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ആദ്യ സംഭവമല്ല. മാള മേലൂരിലും വെറ്റിലപ്പാറയിലും വർഷങ്ങൾക്ക് മുമ്പ് ജനവാസ മേഖലയിൽ പുലികൾ ഇറങ്ങിയിട്ടുണ്ട്. 33 വർഷം മുമ്പ് മാള പൊയ്യയിൽ വീടിനുള്ളിൽ കയറിയ പുലിയെ പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ചത്ത പുലിയെ വാഴച്ചാൽ വനം വകുപ്പ് ഡോർമെറ്ററിയിൽ സ്റ്റഫ് ചെയ്തു വെച്ചതും ഇന്നും കാണാം. 11 വർഷം മുമ്പ് മേലൂർ പൂലാനി കുറുപ്പത്ത് ഇടയപ്പുറം സതീശന്റെ വീട്ടുപറമ്പിലെ ഉപയോഗമില്ലാതെ കിടന്ന കിണറ്റിൽ പുലി വീണിരുന്നു. 10 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ പിടിച്ച പുലിയെ പറമ്പിക്കുളം കാട്ടിൽ തുറന്നുവിടുകയായിരുന്നു. 2014 നടന്ന ഈ സംഭവം ഓർത്തെടുത്ത സതിക്കും മകൻ സതീശനും ഇന്നും നടുക്കം വിട്ടുമാറിയിട്ടില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് മിറ്റടിക്കായിരുന്നു. വായും പൊളി നാവൊക്കെ നീട്ടി സാധനം പറഞ്ഞു. അപ്പോഴാണ് പുലിയാണല്ലോ ഈ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ചൂരിട്ടുണ്ട് ഓടി ഇവിടെ വീണ് സിറ്റടിയിൽ വീണ് കാലിലേക്ക് കയറി വാതിലടച്ചു. ഞാൻ പിന്നെ എങ്ങടെ പോയെന്ന് എനിക്കറിയില്ലായിരുന്നു. വല്യമ്മയുടെ മോനോട് വിളിച്ചു പറയണേ, ചേട്ടാ കിണറ്റിൽ പുലിയുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ വരുമ്പോഴേക്കും ഞാൻ അവിടെ വരുമ്പോഴേക്കും നിറച്ചാളായി. വനം വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയ സംഭവമായിരുന്നു പൂലാനിയിലേതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PB ബാബു പറഞ്ഞു. ഇവിടെയുള്ള ഒരു വീട്ടമ്മയാണ് പുലിയെ കണ്ടുവെന്ന് സംശയം പ്രകടിപ്പിച്ചത്. ഒരുപറ്റ യുവാക്കൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അവരും കണ്ടു എന്ന് സംശയിച്ചു. ഓടിപ്പോയി എന്ന് പറയുന്ന പ്രദേശം വരെ ഞങ്ങൾ എല്ലാവരും വന്ന് നോക്കി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും പഞ്ചായത്ത് എന്നുള്ള നിലയിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എല്ലാവരും കൂടി വന്ന് നോക്കി. പക്ഷെ നമുക്ക് കണ്ടെത്താനായില്ല. മാർക്കിങ്ങിൽ നിന്ന് പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ ഫോറസ്റ്റിനോട്ട് കഴിഞ്ഞില്ല. രാത്രിയിൽ എല്ലാവരോടും ശ്രദ്ധ കൈവരിക്കാൻ പറഞ്ഞിട്ടാണ് അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത്. ഉച്ചയോടുകൂടിയാണ് തൊട്ടടുത്ത് ഞങ്ങൾ ഈ നിരീക്ഷണം നടത്തിയതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പൊട്ടക്കിണർ പോലുള്ള ഒരു കിണറ്റിലാണ് വീണൊരു ഉച്ച 2 മണി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിവരം കിട്ടുന്നത്. കാട്ടിലെ മ്ലാവുകൾ അടക്കമുള്ള മൃഗങ്ങളെക്കാൾ പുലികൾക്ക് പ്രിയം നായകളാണെന്ന് ജന്തുശാസ്ത്ര മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആദിവാസി ഉന്നതിയിൽ ധാരാളം നായ്ക്കളെ വളർത്തുന്നതിന്റെ ലക്ഷ്യം പുലിയുടെ നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടുവാനും കൂടിയാണ്. നിബിഡ ഭാഗത്തേക്കാൾ നാടുമായി അതിർത്തി പങ്കിടുന്ന കാടുകളിലാണ് കൂടുതലും പുലികൾ തമ്പടിക്കുന്നതെന്നും പറയുന്നു. TCV ചാലക്കുടി. ദേശീയപാത കുട്ടനല്ലൂരിൽ പുത്തൂർ പഞ്ചായത്ത് സ്ഥാപിച്ച ചെടിച്ചട്ടികൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. ഇന്നലെ രാത്രിയിലായിരുന്നു അക്രമം. മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രകാരമാണ് ചെടിച്ചട്ടികൾ സ്ഥാപിച്ചത്. കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിലെ ഭൂഗർഭ പള്ളി ശീതീകരിച്ചതിന്റെയും കാർപ്പറ്റിന്റെയും സമർപ്പണം നടന്നു. CP ട്രസ്റ്റ് ചെയർമാൻ CP സ്വാലിഹ് സമർപ്പണം നിർവഹിച്ചു. 7000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഭൂഗർഭ പള്ളിയിലാണ് കാർപ്പറ്റ് വിരിച്ച് എയർ കണ്ടീഷൻ സ്ഥാപിച്ചത്. മഹല്ല് പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഇമാം അബ്ദുൾ അസീസ് നിസാമി, ഇബ്രാഹിം, ബഷീർ പാറയിൽ എന്നിവർ പങ്കെടുത്തു. നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ ഇവിടെ നമസ്കരിക്കുമ്പോൾ വല്ലാത്ത ചൂടാണ്. മാള അമ്പഴക്കാട് 6 ആടുകൾ ചത്തത് വന്യജീവി ആക്രമണത്തിൽ രക്തം വാർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടിച്ചുകീറാൻ ശേഷിയുള്ള ജീവിയുടെ ആക്രമണത്തിലാണ് ആടുകൾ ചത്തതെന്നും മാംസത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നതായും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ B അജിത് ബാബു അറിയിച്ചു. എല്ലാ ആടുകൾക്കും കഴുത്തിലും കാലിലും ആഴത്തിലുള്ള മുറിവേറ്റിരുന്നു. പുലിയാണ് ആക്രമിച്ചതെന്ന് അഭ്യൂഹമുണ്ടായിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ അഭ്യൂഹങ്ങൾക്ക് വിരാമമായി. സംഭവത്തെ തുടർന്നുള്ള 2 ദിവസവും പുലർച്ചെ ആടുകളുടെ അടുത്ത് കുറുനരികൾ എത്തിയത് കണ്ടതായും ഗോപിയും ഭാര്യ മിനിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര കേരള സർക്കാരുകളുടെ അവകാശ നിഷേധത്തിനെതിരെ സ്കൂൾ പാചക തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിജീവന സമരം നടത്തും. ഈ മാസം 22 മുതൽ 26 വരെയാണ് സമരമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PG മോഹനൻ, ജില്ലാ പ്രസിഡന്റ് CV ശാന്ത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കടങ്ങോട് ആദൂർ കിഴക്കുമുറി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാരി ശിവൻ, വാർഡംഗം PA മുഹമ്മദ് കുട്ടി, വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം MK വേണു എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും തൃശൂർ ജില്ലാ പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. കണിക്കൊന്നയുടെ വർണ്ണശോഭയുണർത്തി ഒരു വിഷുക്കാലം കൂടി പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. വിഷുവിശേഷങ്ങളുമായി ഇനി കണി കാണും നേരം.
കാർഷിക സംസ്കാരത്തിന് പുത്തൻ ഉണർവേകി വീണ്ടും ഒരു വിഷുക്കാലം കൂടി. വിത്തും കൈക്കോട്ടും എന്ന വിഷുപക്ഷിയുടെ കൊഞ്ചൽ കേട്ടുടരുന്ന മലയാളികളുടെ കാർഷികോത്സവം കൂടിയാണ് വിഷു. മുണ്ടകൻ വയൽക്കരെ മഴനൂലിറങ്ങുമ്പോൾ പിന്നെയും മേടത്തിന്റെ സൂര്യസംക്രമ തേരിൽ പൊന്നണിഞ്ഞെത്തുന്നുവോ മണ്ണിന്റെ വിഷുക്കതിർ എന്ന് കവി പാടിയതുപോലെ മണ്ണിന്റെ മണവുമായി വീണ്ടുമൊരു വിഷുക്കാലം. മഞ്ഞയണിഞ്ഞ കൊന്നമരക്കൊമ്പിലിരുന്ന വിഷുപക്ഷി വിളിച്ചുണർത്തുകയാണ് മലയാണ്മയുടെ മണ്ണിനെ, മനസ്സിനെ, പ്രകൃതിയെ തന്നെയും. മലയാളിക്ക് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് വിഷു. അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം. വിഷുവിന് പ്രധാനമായ പൊൻകണിയിൽ വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് ഒരുക്കുന്നത്. നെടുവീർപ്പുകളുടെ ഒരാണ്ട് കഴിഞ്ഞ് പ്രതീക്ഷയുടെ വെളിച്ചവുമായി എത്തുന്ന പുത്തനാണ്ടിന് ഐശ്വര്യമേകാൻ കണിയായി ഒരുക്കുന്നതോ പ്രകൃതിയിലെ വിഭവങ്ങൾ. വിഷുക്കണിയും കൈനീട്ടവും മാത്രമല്ല, കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആചാരങ്ങൾ ഇഴചേർന്ന് കിടക്കുന്ന ആഘോഷം കൂടിയാണ് മലയാളികൾക്ക് വിഷു. അതിനാൽ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് വിഷുവിന് ഒട്ടേറെ ആചാരങ്ങളും നിലനിന്നിരുന്നു. വിഷുച്ചാലു കീറൽ, വിഷുവിത, കൈക്കോട്ടുചാൽ എന്നിവയാണ് അതിൽ പ്രധാനം. വിഷു ദിവസം പാടത്ത് നടത്തുന്ന ഒരാചാരമാണ് വിഷുച്ചാലു കീറൽ. സാധാരണ വീടിന്റെ മുറ്റത്താണ് കൈക്കോട്ടുചാൽ ചടങ്ങ് നടത്തുക. പ്രാദേശികമായി ആചാരങ്ങളിലും പേരുകളിലും വ്യത്യാസം കണ്ടുവരുന്നുണ്ടെങ്കിലും മലയാളികൾക്ക് വിളവിറക്കലിന്റെ കാർഷികോത്സവമാണ് വിഷു. ഐതിഹ്യ പെരുമകൾ നിറഞ്ഞ കർക്കിടകത്തിലെ ദുർഘടം കഴിഞ്ഞുവരുന്ന മേടസംക്രാന്തിയിലെ വിഷു വരാനിരിക്കുന്ന നല്ല നാളുകളുടെ പ്രതീക്ഷ കൂടിയാണ്. കൾച്ചറൽ ഡെസ്ക്, TCV. വേലൂർ ഗ്രാമകം നാടകോത്സവത്തോടൊപ്പം ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് അലങ്കാരങ്ങളും ചിത്രശില്പ പ്രദർശനവും. നാടിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന നാടക കഞ്ഞിയും ഗ്രാമകത്തിലെ പ്രത്യേകതയാണ്. നാടക നഗരിയിൽ എത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നത് സ്കൂട്ടർ സൈക്കിൾ ജലധാര യന്ത്രമാണ്. ഊർജ സംരക്ഷണ പ്രവർത്തകനും KSEB ജീവനക്കാരനുമായ CD ഫ്രാൻസിസ് ആണ് കുട്ടികൾക്കായി ജലധാര യന്ത്രം സ്ഥാപിച്ചത്. സ്കൂട്ടറിന്റെ മുൻഭാഗം ചേർത്ത് നിർമ്മിച്ച സൈക്കിൾ ചവിട്ടുമ്പോൾ ഉയരുന്ന മനോഹരമായ ജലധാര വ്യായാമം ഒരു വിനോദമാക്കി മാറ്റാമെന്ന സന്ദേശമാണ് നൽകുന്നത്. പവലിയന് പുറത്തും അകത്തുമുള്ള ശില്പങ്ങളും ചിത്രങ്ങളും ആകർഷണീയമാണ്. സമൂഹത്തിലെ അവഗണനകൾക്കും അനീതികൾക്കുമെതിരെ വിരൽ ചൂണ്ടുന്ന ശില്പങ്ങളും ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട്. ഇത്തവണത്തെ നാടകോത്സവത്തിലെ പ്രധാന ആകർഷണം തുണിപ്പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളാണ്. കവാടം മുതൽ വേദി വരെയുള്ള നടവഴിയിൽ പല വർണ്ണത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയൊരുക്കിയത് വേലൂരിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാരാണ്. നാടകം കാണാനെത്തുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ ദിവസവും കഞ്ഞിയും ഉപ്പേരിയും നൽകി വരുന്നുണ്ട്. നാടക നഗരിയിൽ എത്തുന്നവർ ഗ്രാമകം കഞ്ഞി കുടിച്ചാണ് മടങ്ങുന്നത്. ഗ്രാമക നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തന്നെ ഗ്രാമക കഞ്ഞി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. അത് 2016 ഞങ്ങൾ ഈ നാടകോത്സവം ആരംഭിച്ചപ്പോൾ തൊട്ട് ഒരു നാടകോത്സവം കാണാനെത്തുന്ന സദസ്സ് നാടകം കണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ആ സദസ്സ് കാലിയാവുക എന്നുള്ള ആ ഒരു പതിവ് സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ജനങ്ങളും കുറച്ചു നേരം ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പരസ്പരം കഥകൾ, നാടകോത്സവത്തിന്റെ അല്ലെങ്കിൽ ആ കണ്ട നാടകത്തിന്റെ വിശേഷങ്ങൾ കൈമാറി പിരിയുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ജനങ്ങളെ എത്തിക്കാം എന്നുള്ള ഞങ്ങളുടെ ഒരു ആശയമാണ് ഈ ഗ്രാമക കഞ്ഞി എന്ന് പറയുന്നത്. കലാ സാംസ്കാരിക രംഗത്തെ പുത്തൻ ഉണർവ് നൽകുന്നതാണ് വേലൂർ ഗ്രാമകം നാടകോത്സവം. നാടകോത്സവ പ്രവർത്തനങ്ങൾക്ക് മുതിർന്നവരോടൊപ്പം സ്ത്രീകളും കുട്ടികളും ചേരുമ്പോൾ ഗ്രാമകം നാടകോത്സവം അക്ഷരാർത്ഥത്തിൽ ജനഹൃദയത്തിലാണ് നടക്കുന്നത്. TCV, എരുമപ്പെട്ടി. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും ചേറൂർ സാഹിതി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രൂപീകരിച്ച അപ്പൻ തമ്പുരാൻ പഠന ഗവേഷണ സമിതിയുടെ പ്രഥമ പൊതുയോഗം തൃശൂരിൽ നടന്നു. സാഹിത്യകാരൻ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, CR ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു.
ലഹരിക്കെതിരെ പ്രതിരോധത്തിന്റെ കളിക്കളം തീർത്ത് കായിക പ്രേമികൾ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 13-ാം വാർഡിൽ ലഹരി വിരുദ്ധ പ്രചാരണങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ കളിക്കളം വാർഡ് കൌൺസിലർ PN വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. EA ഫർഹാൻ, KS ഇമ്രാൻ, PS സജിദ്, EI അൻസിൽ, AA ഫത്താഹ്, റിസ്വാൻ, ജലീൽ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ ഗ്രാമകം നാടകോത്സവത്തോടനുബന്ധിച്ച് നാടക പ്രവർത്തകരായിരുന്ന MK സിദ്ദീഖ്, സോബി സൂര്യഗ്രാമം എന്നിവരെ അനുസ്മരിച്ചു. അനുസ്മരണ സദസ്സിന് ഗ്രാമകം മീഡിയ കമ്മിറ്റി ചെയർപേഴ്സണും എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റുമായ റഷീദ് എരുമപ്പെട്ടി അധ്യക്ഷത വഹിച്ചു. നന്മ സംസ്ഥാന സെക്രട്ടറി രവി കേച്ചേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. സോഷ്യൽ മീഡിയ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയശ്രീ, സ്വീകരണ കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ MA ബിജു എന്നിവർ സംസാരിച്ചു. രവി കേച്ചേരിക്ക് സംഘാടക സമിതി അംഗം ED ഡേവിസ് ഗ്രാമകത്തിന്റെ ഉപഹാരം സമർപ്പിച്ചു. അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഗ്രാമകവുമായിട്ട് അത്രമാത്രം ഇഴചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് സിദ്ദീഖിൻ്റെത്. സിദ്ദീഖ് മാത്രമല്ല, സിദ്ദീഖിന്റെ കുടുംബം മുഴുവൻ ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. സോബി സൂര്യഗ്രാമം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഒരു എളിയ നാടക പ്രവർത്തന നിലയിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SDPI പ്രവർത്തകർ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ SDPI ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TM അക്ബർ, യഹിയ മന്ദലംകുന്ന്, ഡോക്ടർ മുസൽമീൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടിയിലെ കോടതി സമുച്ചയം പ്രവർത്തനക്ഷമമാകുന്നതോടെ അടിപ്പാതയിലെ ട്രാംവേ റോഡിലും വൻ ഗതാഗതക്കുരുക്ക് രൂപപ്പെടുമെന്ന് ആശങ്ക. അടിപ്പാതയിലെ പ്രവേശന കവാടത്തിന് വേണ്ടത്ര വീതിയില്ലാത്തത് നിലവിൽ കോടതി ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കിന് ഇടയാക്കിയേക്കും. മാസങ്ങൾക്കടക്കം വിവിധ ന്യായാധിപന്മാരുടെ സിറ്റിംഗ് കേന്ദ്രങ്ങളടക്കം പ്രവർത്തനം ആരംഭിക്കുന്ന ചാലക്കുടി കോടതി സമുച്ചയത്തിൽ എത്താൻ പോകുന്നത് നൂറുകണക്കിന് വാഹനങ്ങളായിരിക്കും. കെട്ടിടത്തിന്റെ അടിയിലെ നില പാർക്കിങ്ങിന് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തുന്ന മറ്റു വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യുമെന്ന് ആശങ്കയുണ്ട്. ദേശീയപാതയിൽ സ്പാൻ മാതൃകയിലെ അടിപ്പാത നിർമ്മിക്കാത്തത് ഗതാഗതക്കുരുക്കിനിടയാക്കുമെന്ന് ആശങ്കയുണ്ട്. നിലവിൽ തിരക്കേറിയ സമയങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് പോലീസ് സേവനമുണ്ടെങ്കിലും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കാറില്ല. ട്രാംവേ റോഡിലൂടെ വരുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ അരമണിക്കൂറോളം അടിപ്പാതയിൽ കുടുങ്ങിക്കിടക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. തിരക്കൊഴിവാക്കാൻ നഗരസഭാ ജംഗ്ഷനിൽ ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സംവിധാനം ഒരുക്കണമെന്ന് ചാലക്കുടി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു S ചിറയത്ത് പറഞ്ഞു. അടിപ്പാതയുടെ അഗ്രം ഉയർത്തുകയും ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബോക്സ് മാതൃകയിൽ കവാടം നിർമ്മിക്കുകയും ചെയ്താൽ ഭാവിയിൽ സർവീസ് റോഡുകളിലെ കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നും ബിജു ചിറയത്ത് പറഞ്ഞു. TC വിനോസ്, ചാലക്കുടി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം യുവധാര കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ P വൈഷ്ണവ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു. KS അനൂപ്, TB ദയാനന്ദൻ, TS ഷെനിൽ, AS ശരത് എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കൊടുങ്ങ വാർഡ് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KR ഔസേപ്പ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. 56 പേരടങ്ങിയ സംഘം കടലിൽ ഉല്ലാസക്കപ്പൽ യാത്ര നടത്തിയ ശേഷം വല്ലാർപാടം തീർത്ഥാടന കേന്ദ്രം, മുനമ്പ് ബീച്ച് എന്നിവിടങ്ങളിലും സന്ദർശിച്ചു. PM ജോണി, പോൾ കൊട്ടയ്ക്കൽ, സുജാത ശശി, സിസിലി സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മികച്ച രീതിയിലുള്ള മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് കൊടകര പഞ്ചായത്ത് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയതിന്റെ ആഹ്ലാദം പങ്കുവച്ച് കൊടകര ടൗണിൽ പ്രകടനം നടന്നു. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവരാണ് ട്രോഫിയുമായി ആഹ്ലാദ പ്രകടനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നേതൃത്വം നൽകി. വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ചതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കൊടുങ്ങല്ലൂർ യൂണിയൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ, കൺവീനർ PK പ്രസന്നൻ, യോഗം കൌൺസിലർ ബേബി റാം, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട്, MK തിലകൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് UDF എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം നടത്തി.
പുളിഞ്ചോട് സെന്ററിൽ നടന്ന സമരം മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എടത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് ഇൻഷാദ് വലിയകത്ത് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ സജയ് വൈനപ്പള്ളി, PD സജീവ്, EK മുഹമ്മദ് ഹാജി, ഉമറുൽ ഫാറൂഖ്, സലീം പോക്കാക്കില്ലത്ത്, TK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ കൽദായ കൺവെൻഷൻ ഈ മാസം 9 മുതൽ 13 വരെ തൃശൂർ കിഴക്കേക്കോട്ട മാർ യോഹനാൻ മംദാന പള്ളിയിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഈനാശു, വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി എന്നിവർ പങ്കെടുത്തു. ആശാ വർക്കേഴ്സിന് വിഷുക്കൈനീട്ടം നൽകി തൃശൂർ അല്ലു ബോയ്സ്. അല്ലു അർജുന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് വട്ടപ്പിന്നി ഹെൽത്ത് സെന്ററിലുള്ള മുഴുവൻ ആശാ വർക്കേഴ്സിനും വിഷുക്കൈനീട്ടവും പൊന്നാടയും നൽകിയത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വർഗീസും ആശാ ലീഡർ പ്രീതിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. PS ഷിഹാബുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് വിവേക്, ഭാരവാഹികളായ ജോബിൻ, അരുൺ, ഗോകുൽ, അജിത്, ആദർശ് എന്നിവർ നേതൃത്വം നൽകി. പറപ്പൂക്കര പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി 7ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ വിഷുക്കാല പച്ചക്കറി കൃഷി വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം നന്ദിനി രമേശൻ അധ്യക്ഷത വഹിച്ചു. താന്യം പഞ്ചായത്ത് 14ാം വാർഡിൽ 8 ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച പോൾ മെമ്മോറിയൽ റോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, 5ാം വാർഡ് മെമ്പർ ആന്റോ തൊറയൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ കൃഷി, കുടിവെള്ളം, ഗ്രാമീണ ടൂറിസം എന്നിവയ്ക്ക് ഗുണകരമാകുന്ന മല്ലൻകുഴി നീർത്തട പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം MP രാധാകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീലാദൂർ, പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, TP ലോറൻസ്, ബീന രമേശ് എന്നിവർ സംസാരിച്ചു. പദ്ധതിയുടെ നവീകരണത്തിന് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വളരെ വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് വേണ്ടത്. പെരിങ്ങോട്ടുകര താന്യം പഞ്ചായത്ത് 5ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. വായനശാല ATC റോഡിൽ അന്തോണി വളവിന് സമീപം നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ ആന്റോ തൊറയൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മേറ്റുമാരായ ലില്ലി ജോസ്, കിസ്മത്ത് പിയൂസ്, സജിത സുനിൽ എന്നിവർ സംസാരിച്ചു. അപ്പൊ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് മരുന്നില്ല, മരണമാണ് എന്ന സത്യം തിരിച്ചറിയുന്നു. പഴയന്നൂർ വടക്കേത്തറ ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ വടക്കേത്തറ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സീസൺ 2-ൽ വെന്നൂർ ഡെയർ ഡെവൾസ് ചാമ്പ്യന്മാരായി. വിജയികൾക്കായുള്ള സമ്മാനദാനം പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. വടക്കേത്തറ ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് VK സജീഷ് അധ്യക്ഷത വഹിച്ചു. K വിമൽകുമാർ, VB ബിനീഷ്, രാകേഷ്, CP ഷനോജ്, NB ബിജേഷ്, KG ധനേഷ്, ശ്രീജിത്ത്, ആരോമൽ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കായി സൗജന്യ അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി ചെയർമാൻ PB അനിൽ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരം MM അർജുൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് മുഹമ്മദ് അലി, കൺവീനർ TV ദിബു, വാർഡംഗം CL ജോയ് എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെയുള്ള യുദ്ധ പുള്ളിക്കരയിലെ ജനങ്ങൾ മുഴുവൻ അണിനിരക്കാൻ തയ്യാറായി വന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. രാസലഹരിക്കെതിരെ ചാലക്കുടി നഗരസഭ ഒരുക്കുന്ന മെഗാ ക്യാമ്പയിനിന്റെ ഭാഗമായി ബഹുജന റാലി സംഘടിപ്പിച്ചു. DIG R ഹരിശങ്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ സന്ദേശം നൽകി. ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. സനീഷ് കുമാർ ജോസഫ് MLA, ടൗൺ ഇമാം ഹുസൈൻ ബാഗവി, ഫാദർ വർഗീസ് പാത്താടൻ, SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നന്ദിക്കര സർക്കാർ വിദ്യാലയത്തിൽ ചെസ് പരിശീലന കളരി സംഘടിപ്പിച്ചു. SMC ചെയർമാൻ CK സുദേവൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. സമീന തോമസ്, സുധീർ രാമചന്ദ്രൻ, സുരേഷ് BA എന്നിവർ സംസാരിച്ചു. DYFI സംഘടിപ്പിക്കുന്ന ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി DYFI അഡാട്ട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ അഡാട്ട് മേഖലാ ട്രഷറർ KS അർജുൻ അധ്യക്ഷത വഹിച്ചു. ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് മധു കാര്യാട്ട്, CPM അഡാട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KS ബാബുൽനാഥ്, ഡിവൈഎഫ്ഐ പുഴയ്ക്കൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജിത്തു അഡാട്ട്, ഡിവൈഎഫ്ഐ അഡാട്ട് മേഖലാ സെക്രട്ടറി KP വൈശാഖ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോന്നൂർ യങ് ഹീറോസ് ക്ലബ്ബും ഗ്രാമീണ വായനശാലയും സംയുക്തമായി ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ സെമിനാറും നടത്തി. യങ് ഹീറോസ് ക്ലബ്ബ് പ്രസിഡന്റ് CA സിദ്ധാർത്ഥൻ, സെക്രട്ടറി CK സുഭാഷ് എന്നിവർ ചേർന്ന് ബോധവൽക്കരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടത്തി. ഫാദർ വർഗീസ് കാഞ്ഞിരത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം എക്സൈസ് ഓഫീസർ V ഗണേശൻ പിള്ള, മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ KN നിപുൺ എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CA സന്തോഷ്, വാർഡ് മെമ്പർമാരായ VP അരവിന്ദാക്ഷൻ, ശൈലജ ബാബു, AS വിശ്വംഭരൻ, KP ബെന്നി എന്നിവർ സംസാരിച്ചു. ഇടിമിന്നൽ മൂലം അപകടങ്ങൾ സംഭവിക്കുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. കഴിഞ്ഞ ദിവസം മുണ്ടൂരിൽ ഇടിമിന്നലിൽ 5 വീടുകളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇടിമിന്നൽ ലക്ഷണം കണ്ടാൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മാവൂരിൽ വീട്ടമ്മ മിന്നലേറ്റ് മരിച്ചിരുന്നു. 1 മാസം മുൻപ് അങ്കമാലിയിൽ നഗരസഭാ കൌൺസിലറുടെ അമ്മ മിന്നലേറ്റ് മരിച്ചിരുന്നു. കുട്ടനാട് പാടത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കെ യുവാവ് മിന്നലേറ്റ് മരിച്ചത് 3 ആഴ്ച മുൻപാണ്. കുന്നംകുളം ബോധിധർമ്മ അക്കാദമിയുടെ 45-ാം വാർഷികവും ലോഗോ പ്രകാശനവും ഡോക്ടർ ജോ കരാത്തെ ചാമ്പ്യൻഷിപ്പും ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് വിതരണവും 10-ന് കുന്നംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10-ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ബോധിധർമ്മ അക്കാദമിയിലെ 500 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ജനറൽ സെക്രട്ടറി പീയൂഷ് ഷഹീം, ട്രഷറർ TM സ്വരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മതിലകം CK വളവ് പൌരാവലി ഏർപ്പെടുത്തിയ പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം PB സക്കീർ ഹുസൈന് സമ്മാനിച്ചു. കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാരം വിതരണം ചെയ്തു. പുരസ്കാര ജേതാവിനെ MA വിജയൻ പൊന്നാടയണിയിച്ചു. ആസ്പിൻ അഷ്റഫ്, പൌരാവലി പ്രസിഡന്റ് റാഫി താളം, ET ടൈസൺ MLA തുടങ്ങിയവർ സംസാരിച്ചു. ഓർമ്മ കൂടി പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു വാർഡ് മെമ്പർ വിചാരിച്ചാലും ഇത്ര സക്കീർ മാഷിന്റെ ഒരു ചിത്രം വരച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,225 രൂപ, പവന് 65,800 രൂപ. വെള്ളി ഗ്രാമിന് 102 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,240 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിസാമിന് 15 വർഷത്തെ പരോൾ അനുവദിച്ചു. സർക്കാരിന്റെ എതിർപ്പ് തള്ളിയാണ് ഹൈക്കോടതി പരോൾ അനുവദിച്ചത്. പരോൾ അനുവദിക്കാതിരിക്കാൻ മതിയായ കാരണമില്ലെന്ന് കോടതി. കരുവന്നൂർ കേസിൽ മൊഴി നൽകാൻ K രാധാകൃഷ്ണൻ MP കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. കരുവന്നൂരിൽ 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി ED. 24 ദേവീദേവന്മാർ ഭാഗമാകുന്ന ആറാട്ടുപുഴ പൂരം നാളെ. ഇന്ന് വൈകിട്ട് തറക്കൽ പൂരം. കോർപ്പറേഷനുകൾ മാർച്ച് 24 വരെ ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലുകൾ അതേ സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവഹണത്തിൽ ഉൾപ്പെടുത്തി പാസാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് മേയേഴ്സ് കൌൺസിൽ യോഗം. വികസന പ്രവർത്തനങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാനുള്ള അനുമതി കോർപ്പറേഷനുകൾക്ക് നൽകണമെന്നും മേയേഴ്സ് കൌൺസിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.